നമസ്കാരം. ഇറാന്റെ മണ്ണിൽ കടന്നുകയറി തകർന്നുപോയ യുദ്ധവിമാനത്തിലെ ഉദ്യോഗസ്ഥനെ സാഹസികമായി മോചിപ്പിച്ച അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നൽകുന്നത് അസാധാരണമായ ധീരതയുടെ സന്ദേശമാണ്. US സൈനിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അപകടകരവും ധീരവുമായ രക്ഷാദൌത്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഓപ്പറേഷനിലൂടെ തടവിലാക്കപ്പെടുമെന്ന് ഉറപ്പായ എയർഫോഴ്സ് കേണലിനെയാണ് കമാൻഡോകൾ അതിർത്തി കടത്തിയത്. ഇറാന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ തകർന്നു വീണ അമേരിക്കൻ യുദ്ധവിമാനത്തിലെ ഉദ്യോഗസ്ഥനെ സാഹസികമായി മോചിപ്പിച്ച ഓപ്പറേഷന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അതിനൂതന മിസൈൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇറാൻ വെടിവെച്ചിട്ട F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനത്തിൽ ഉദ്യോഗസ്ഥനെയാണ് 3 ഘട്ടങ്ങളിലായി നടന്ന പോരാട്ടത്തിനൊടുവിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. വിമാനം തകർന്നു വീണിരുന്നു. ഇസ്ഫഹാൻ പ്രവിശ്യയിലെ തൽഖുൻചെക് സമീപത്താണ് അമേരിക്കയുടെ F-15E വിമാനം ഇറാൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നു വീണത്. വിമാനത്തിലെ പൈലറ്റും വെപ്പൺ സിസ്റ്റംസ് ഓഫീസറും പാരച്യൂട്ട് വഴി പുറത്തേക്ക് ചാടിയിരുന്നു. തകർന്നു വീണ ഉടൻ തന്നെ അമേരിക്കൻ വ്യോമസേന രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും പൈലറ്റിനെ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. പരിക്കേറ്റ ലഫ്റ്റനന്റ് കേണലിനെ കണ്ടെത്താനായില്ല. ഈ നീക്കത്തിനിടെ അമേരിക്കയുടെ 2 ഹെലികോപ്റ്ററുകൾക്കും ഒരു A-10 യുദ്ധവിമാനത്തിനും കേടുപാടുകളും സംഭവിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായുണ്ടായിരുന്ന പരിമിതി ഇത് പർവ്വതനിരകളിൽ നിന്നും അയാളെ റെസ്ക്യൂ ചെയ്യണമെന്നുള്ളതായിരുന്നു. വെറും ഒരു പിസ്റ്റൾ മാത്രം കൈവശം വെച്ച് പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ മലനിരകളിലൂടെ 20 കിലോമീറ്ററോളമാണ് സഞ്ചരിച്ചത്. ഇറാൻ സൈന്യത്തിന്റെ കണ്ണു വെട്ടിച്ച് 7000 അടി ഉയരമുള്ള മലമുകളിൽ അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞു. CIA ഇടപെടൽ ഇതിൽ നിർണായകമായി. ശത്രു സൈന്യം ഉദ്യോഗസ്ഥനെ തിരയുന്നതിനിടെ CIA അദ്ദേഹത്തെ കണ്ടെത്തി. ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്തിയെന്ന് വരുത്തി തീർക്കാൻ CIA വ്യാജ പ്രചരണം നടത്തി ഇറാൻ സൈന്യത്തെ വഴിതെറ്റിച്ചു. ഉദ്യോഗസ്ഥന് കാവലായി എത്തിയ റീപ്പർ ഡ്രോണുകൾ 3 കിലോമീറ്റർ പരിധിയിൽ വന്ന് ഇറാൻ സൈനികരെ ആക്രമിച്ചു. SEAL Team 6 രംഗത്തേക്കുമെത്തി. ശനിയാഴ്ച പുലർച്ചെ അമേരിക്കയുടെ എലൈറ്റ് കമാൻഡോ വിഭാഗമായ SEAL Team 6 രംഗത്തിറങ്ങുകയായിരുന്നു. മഹയാറിന് സമീപമുള്ള മരുഭൂമിയിൽ താൽക്കാലിക റൺവേ നിർമ്മിച്ച് അവർ ഉദ്യോഗസ്ഥരെ മലമുകളിൽ നിന്നും ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി. ഇതിനിടയിൽ വീണ്ടും പ്രതിസന്ധികൾ ധാരാളം ഉണ്ടായി. രക്ഷാപ്രവർത്തനത്തിനെത്തിയ 2 C-130O വിമാനങ്ങൾ മരുഭൂമിയിലെ മണ്ണിൽ പൂണ്ടുപോയത് ദൗത്യം പ്രതിസന്ധിയിലാക്കി. മണിക്കൂറുകളോളം ശത്രുപാളയത്തിൽ കുടുങ്ങിയ കമാൻഡോകളെ രക്ഷിക്കാൻ ഒടുവിൽ പുതിയ വിമാനങ്ങൾ എത്തിക്കേണ്ടി വന്നു. മടങ്ങുന്നതിന് മുൻപ് തങ്ങളുടെ അത്യാധുനിക വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇറാൻ സൈന്യത്തിന് ലഭിക്കാതിരിക്കാൻ അമേരിക്കൻ സൈന്യം അവ സ്ഫോടനത്തിലൂടെ തകർക്കുകയും ചെയ്തു. ഇറാനിയൻ ഗോത്രവർഗ്ഗക്കാരും സൈന്യവും വളഞ്ഞ മലനിരകളിൽ ഒരു പിസ്റ്റൾ മാത്രം കൈവശം വെച്ച് ഒളിവിൽ കഴിഞ്ഞെന്ന് ഉദ്യോഗസ്ഥനെ കണ്ടെത്താൻ CIA ഡ്രോണുകളുടെ സഹായം തേടിയിരുന്നു. ശത്രു സൈന്യം 3 കിലോമീറ്റർ പരിധിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ച് അവയെ തുരത്തിയാണ് SEAL Team 6 അംഗങ്ങൾ ഹെലികോപ്റ്ററിൽ കേണലിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. രക്ഷാദൗത്യത്തിനിടെ ചതുപ്പിൽ കുടുങ്ങിയ 2 ഗതാഗത വിമാനങ്ങളും ഒരു ഹെലികോപ്റ്ററും ഇറാൻ സൈന്യത്തിന് ലഭിക്കാതിരിക്കാൻ അമേരിക്കൻ സൈന്യം തന്നെ സ്ഫോടനത്തിലൂടെ തകർത്തത് അമേരിക്കയുടെ അത്യാധുനിക സംവിധാനങ്ങളെ ഇറാൻ മനസ്സിലാക്കരുതെന്നുള്ള കൃത്യമായ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായാണ്. ദൗത്യം പരാജയപ്പെട്ടുവെന്നും വിമാനങ്ങൾ തങ്ങൾ വെടിവെച്ചിട്ടതാണെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മിന്നൽ വേഗത്തിൽ നടത്തിയ നീക്കം അമേരിക്കൻ വ്യോമസേനയുടെ ആധിപത്യം തെളിയിക്കുന്നതാണെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട്. അതീവ രഹസ്യമായി മരുഭൂമിയിലെ താൽക്കാലിക റൺവേയിൽ വിമാനങ്ങൾ ഇറക്കിയും ഇറാനിയൻ ബസീജ് പോരാളികളുടെ വെടിയുണ്ടകൾ അതിജീവിച്ചുമാണ് സൈന്യം മിറാക്കിൾ റെസ്ക്യൂ പൂർത്തിയാക്കിയത്. ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സൈനിക വാഹനങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും ഒരു സൈനികന് പോലും പരിക്കേൽക്കാതെ ദൗത്യം വിജയിപ്പിക്കാനായത് വൈറ്റ് ഹൗസ് വലിയ നേട്ടമായാണ് ഉയർത്തിക്കാട്ടുന്നത്.